السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد وعلى آله وأصحابه أجمعين التابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഗൾഫ് നാടുകളിൽ, ഒമാൻ ഒഴിച്ചുള്ള ഗൾഫ് നാടുകളിലെ ദുൽഹജ്ജ് 9 ഒമാനിലും അതുപോലെ നമ്മുടെ നാട്ടിലും മറ്റന്നാളാണ് ദുൽഹജ്ജ് 9. ഒരു ദിവസത്തെ വ്യത്യാസം മാസപ്പിറവി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു സ്ഥലത്ത് കണ്ടെങ്കിലും മറ്റു സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ കാണാത്ത സ്ഥലത്ത് 30 പൂർത്തിയാക്കും. അങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിച്ചു പോരുന്ന നിലപാട്. അതനുസരിച്ചുള്ള വ്യത്യാസമാണ്. ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം നടക്കുന്നത് നാളെയാണ്. അറഫ നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നാളെ അറഫയായി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് ഹജ്ജിന് പോയ ആളുകൾ അറഫ മൈതാനിയിൽ നാളെ സംഗമിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസം എന്ന് പറഞ്ഞ ദുൽഹജ്ജ് 9 പ്രധാനപ്പെട്ട ആ ദിവസം മറ്റന്നാളാണ്. നാളെയും നമുക്ക് പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. 9 ദിവസം മൊത്തമായി നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളാണ്. അത് നോറ്റവരുണ്ടാകാം, നോൽക്കാത്തവരുണ്ടാകാം. എന്നാലും നാളെ നമുക്ക് നോമ്പെടുക്കാം. നാളെയും നോൽക്കാം, മറ്റന്നാളും നോൽക്കാം. നാളെ നോറ്റുകൊണ്ട് നാളല്ല അറഫ, അന്നല്ല നോൽക്കേണ്ടതെന്ന് വെച്ചിട്ട് നാളെ നോറ്റ് മറ്റന്നാൾ ഇടവേളയാക്കുന്നവർ ചില ആളുകളൊക്കെ ഉണ്ട്. അതൊരിക്കലും ശരിയല്ല. നമ്മുടെ നാട്ടിൽ മാസപ്പിറവി കണ്ടത് ഖാദിമാർ പ്രഖ്യാപിച്ചതൊക്കെ നമുക്കറിയാം. അതനുസരിച്ചാണ് നമ്മൾ ഇക്കാലം വരെ, നമ്മൾക്ക് പരിചയമുള്ള കാലം മുതൽക്ക് അതിൻ്റെ മുമ്പും തുടർന്നു പോരുന്ന നിലപാടങ്ങനെയാണ്. അതനുസരിച്ച് ഈ വർഷവും ദുൽഹജ്ജ് 9 നോമ്പ് നമ്മൾ നാട്ടിലുള്ളവരും ഒമാനിലുള്ളവരും നാളെ അല്ല മറ്റന്നാളാണ് ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കേണ്ടത്. നാളെയും നോൽക്കാം. നാളെ നോൽക്കുന്നത് ദുൽഹജ്ജ് 8 സുന്നത്ത് നോമ്പാണ്. നാട്ടിലുള്ളവരും ഒമാനിലുള്ളവരും മറ്റുള്ള ഗൾഫ് നാടുകളിലുള്ളവർ നാളെ അറഫയുടെ നോമ്പ് നോൽക്കുക. അവർക്ക് മറ്റന്നാൾ പെരുന്നാളാണല്ലോ. അപ്പോൾ നാളെയാണ് ഒമാൻ ഒഴികെയുള്ള പ്രവാസ ലോകത്തുള്ളവർ നോമ്പെടുക്കേണ്ടത്. ഇന്ന് രാത്രി നിയ്യത്ത് ചെയ്ത് നാളെ നോൽക്കുക. അറഫയുടെ നോമ്പ് സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നാളെ നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ ദുൽഹജ്ജ് 9 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോൽക്കുന്നു നിയ്യത്ത് ചെയ്യുക. 8 അന്ന് നോൽക്കുന്നവർ ദുൽഹജ്ജ് 8 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നാളെ ഞാൻ നോൽക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. പിന്നീട് ദുൽഹജ്ജ് അറഫ 9 അന്നത്തെ നോമ്പിന് വളരെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സൗമു അറഫ യുകഫിറു സനത്തൈൻ. അറഫ ദിവസത്തിലെ നോമ്പ് അഥവാ ദുൽഹജ്ജ് 9 അന്നത്തെ നോമ്പ് 2 വർഷത്തെ
ദോഷം പൊറുപ്പിക്കും. ഒന്ന്, മുൻകഴിഞ്ഞു പോയ ദോഷങ്ങളും, രണ്ട്, വരാൻ പോകുന്ന വർഷത്തേക്ക് ഉള്ള ദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായിട്ട് കാണാം. ഈ വാക്കിൽ, റസൂലുള്ളാഹിൻ്റെ ഈ വചനത്തിൽ അടുത്ത കൊല്ലം വരെ അവർ ജീവിച്ചിരിക്കുമെന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കാരണം അടുത്ത കൊല്ലം വരെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം വരെ ഉള്ള ദോഷം പുറത്തു കൊടുക്കേണ്ടതിൽ എന്ന് പറയില്ലല്ലോ എന്ന നിലക്കാണ് മഹാനവറുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും വളരെ പുണ്യമുള്ള നോമ്പാണ്. ആ നോമ്പ് നാളെ നാട്ടിലുള്ളവർ ദുൽഹജ്ജ് 8 നോൽക്കാൻ സാധിക്കുന്നവർ നോൽക്കുക, അല്ലാത്തവർ മറ്റന്നാൾ ഏതായാലും നോൽക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമദാനിലെ ആർത്തവ സംബന്ധമായോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ മറ്റോ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ കൂട്ടാനും ഈ നോമ്പ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് ഖളാ കൂട്ടുന്ന നിയ്യത്താണ് വെക്കേണ്ടത്. കാരണം അതാണല്ലോ ഫർദ്. ആ ഫർദിനോട് സുന്നത്തിനെ കൂട്ടുക. അപ്പോൾ ആദ്യം ഫർദ്, റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർദ് നോമ്പിൽ അല്ലാഹു തആലക്ക് വേണ്ടി നാളെ ഞാൻ ഖളാ കൂട്ടുവാൻ കരുതി എന്ന് കരുതിയിട്ട് പിന്നെ ദുൽഹജ്ജ് 8 സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ ദുൽഹജ്ജ് 9 സുന്നത്ത് നോമ്പ് എന്നുകൂടി കരുതുക. എന്നാൽ രണ്ടും ലഭിക്കുന്നതാണ്. ഖളാ കൂടുകയും ചെയ്യും, ഈ ദിവസത്തെ നോമ്പിൻ്റെ മഹത്വം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത്, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ നാളെ അറഫ, ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9 അന്ന് സുബഹി മുതൽക്ക് ഉള്ള നിസ്കാരത്തിന് ശേഷം ഏത് നിസ്കാരമാണെങ്കിലും എല്ലാ നിസ്കാരത്തിന് ശേഷവും തക്ബീർ സുന്നത്തുണ്ട്. നാളത്തെ സുബഹി മുതൽ ഗൾഫ് നാട്ടിൽ, മറ്റന്നാൾ സുബഹി മുതൽ നാട്ടിലുള്ളവരും ഒമാനിലുള്ളവരും സുബഹി മുതൽക്ക് തക്ബീർ, സലാം വീട്ട ഉടനെ തന്നെ തക്ബീർ ചെല്ലാം. ഇതിന് ശേഷമാണ് നിസ്കാരത്തിന് ശേഷമുള്ള മറ്റുള്ള ദിക്റുകളും തസ്ബീഹുകളൊക്കെ കൊണ്ടുവരേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ചിലരൊക്കെ മനസ്സിലാക്കിയുള്ള ജമാഅത്തെ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് സുന്നത്തുള്ളത് എന്നാണ്. അല്ല, ജമാഅത്തിൽ നമ്മൾ പള്ളിയിൽ പോയി ജമാഅത്ത് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും നമ്മൾ എപ്പോൾ നിസ്കരിക്കുന്നോ ഈ സമയങ്ങളിൽ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരം, ഫർദ് നിസ്കാരം മാത്രമല്ല, റവാത്തിബ് സുന്നത്ത്, മയ്യിത്ത് നിസ്കാരം, മറ്റുള്ള നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം, എല്ലാത്തിൻ്റെ ശേഷവും ഈ തക്ബീർ സുന്നത്തുണ്ട്. ഇത് നീണ്ടു നിൽക്കും. ഏതുവരെ? 4-ാം പെരുന്നാൾ അസ്ർ വരെ. അസ്റോട് കൂടിയാണ് അത് സമാപിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങളൊക്കെ ഈ പുണ്യ ദിവസങ്ങളിൽ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ ദിവസങ്ങളുടെ എല്ലാ മഹത്വങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, എന്തൊക്കെ ഖൈറാത്തുകൾ ഈ സമുദായത്തിന് ഈ ദിവസങ്ങളൊക്കെ നീ ഓഫർ ചെയ്തിട്ടുണ്ട് റബ്ബേ, അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിനൊന്നും ഞങ്ങൾക്ക് നീ തടസ്സം ചെയ്യരുതേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് ദോഷങ്ങൾ ചെയ്ത പാപികളാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്. ആ കൂട്ടത്തിൽ രോഗികളുടെ ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റബ്ബേ. അവരെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളും കാത്ത് രക്ഷിക്കണേ അല്ലാ. റഹ്മാൻ റബ്ബേ, ഹജ്ജിന് പോയ ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളുണ്ട്, നാനാദിക്കുകളിൽ നിന്ന് പോയവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും പോയി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും റബ്ബേ മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാനും സിയാറത്തുകളൊക്കെ ചെയ്ത് പുണ്യം നേടി റബ്ബേ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരുടെ ദുആകളിലൊക്കെ ഞങ്ങളെയും നീ പങ്കുകൊള്ളിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും ഇതുവരെ അവിടെ നിന്ന് സന്ദർശിക്കാനോ ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ സിയാറത്ത് ചെയ്യാനോ സാധിച്ചിട്ടില്ല റബ്ബേ. അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ റബ്ബേ സമീപ ഭാവിയിൽ നീ എളുപ്പമാക്കണേ അല്ലാഹ്. അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റബ്ബേ. നീ ഉദ്ദേശങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.
ജോലിയിലും ബിസിനസ്സിലും എല്ലാത്തിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കുവൈത്തിലെ തീപിടുത്തം, ബഹ്റൈനിലെ തീപിടുത്തം, ഇതിലൊക്കെ ഒരുപാട് മോമിനിയങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കണേ അല്ലാ. ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളാണ് റബ്ബെ ഉണ്ടായിരുന്നത്, അതെല്ലാം നഷ്ടപ്പെട്ട് അവർ നിൻ്റെ വിളിക്കുത്തരം ചെയ്ത് പോയിരിക്കുകയാണ് റബ്ബേ. അവർക്കൊക്കെ നീ റബ്ബെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അത്തരം അപകടങ്ങളെ തൊട്ട് എല്ലാവരും കാത്തു രക്ഷിക്കണേ അല്ലാ. ഫലസ്തീന ജനതക്ക് റബ്ബെ നീ സമാധാനം നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിഞ്ഞ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. എല്ലാ മോമിനികൾക്കും മോമിനാത്തിനും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. ബർസഖയിൽ വേറെ സന്തോഷകരമാക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.